2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു ഗെയിം ചേഞ്ചറാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു ഗെയിം ചേഞ്ചറാണ്. അതിനെ വേണമെങ്കിൽ ചരിത്രത്തിലെ ഒരു ഏടായി അതിനുശേഷം വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ്. 2026 തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുമ്പും എന്ന് പറയേണ്ട ഒരവസ്ഥ വരും. എന്താണെന്ന് വെച്ചാൽ BJP ഇത്രയും നാളും പയറ്റിയിരുന്ന ഒരു ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. ആ രാഷ്ട്രീയ രീതി എന്ത് തന്നെയായിരുന്നാലും കേരളത്തിൽ അതിന് വളക്കൂറില്ല എന്ന് അരക്കിട്ടുറപ്പിച്ചാണ് കോൺഗ്രസും CPIM-ഉം മുന്നോട്ട് പോയിരുന്നത്. BJP-യെ ഇരു പാർട്ടികളും എതിർത്തിരുന്നു, അതിശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ആ എതിർപ്പിൻ്റെ അളവുകോൽ എടുത്തു നോക്കുമ്പോൾ CPIM-ന് ഇപ്പോൾ പഴയ എതിർപ്പില്ല. BJP വളരുകയാണ് കേരളത്തിൽ എന്നുള്ളത് തുറന്ന് സമ്മതിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിന് വളരെ ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷനാണ് അദ്ദേഹം നൽകുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അദ്ദേഹം അങ്ങനെ തുറന്ന് സമ്മതിക്കാൻ ഈ വിഷയത്തിൽ അത് പ്രത്യേക ഒരു താല്പര്യത്തോടെയാണ് അത് എടുത്തു പറയുന്നത്. ആ താല്പര്യം എന്തുകൊണ്ട് വന്നു? ഉത്തരം വളരെ സിമ്പിളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2-3 സീറ്റ് കേരളത്തിൽ നേടിയെടുത്താൽ അത് ഇടതുപക്ഷത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു സഹായത്തിനോടൊപ്പം BJP പയറ്റുന്ന ഒരു പുതിയ ഫോർമുല കൂടിയായിരിക്കും. ഇതിനകത്ത് ആ പുതിയ ഫോർമുല എന്താണെന്ന് വെച്ചാൽ മുനമ്പം വിഷയം, അത് ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP ഉയർത്തിയ ഒരു വിഷയമാണെങ്കിൽ ആ വിഷയം അവരിനി അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കേരളത്തിൽ ത്രൂ ഔട്ട് കേരളത്തിൽ വൈഡ് സ്പ്രെഡായിട്ട് അവർ പയറ്റാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ്. UDF-ൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. UDF-ൻ്റെ MP-മാരിൽ തന്നെ ആൻഡോ ആൻ്റണി, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, അതുപോലെ ബെന്നി ബെഹനാൻ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതിനകത്ത് തന്നെ നിരവധിയായിട്ടുള്ളതുണ്ട്. ഇപ്പം ബെന്നി ബെഹനാൻ വന്നിട്ട് യാക്കോബായ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ വന്നിട്ട് ലാറ്റിൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് വന്നിട്ട് റോമൻ കാത്തലിക്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ മെജോറിറ്റി അവരുടെ ഒരു വോട്ട് ബാങ്ക് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് വീഴുന്നത് അവർക്ക് വലിയൊരു സഹായമാണ്. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എല്ലായിടത്തും വലിയ പരാജയം ഉണ്ടാകുമ്പോഴും എറണാകുളത്ത് അവർ പിടിച്ചിരുന്നു. അവിടുത്തെ MLA-മാരുടെ പേരുകൾ, അവിടുത്തെ MLA-മാരുടെ മണ്ഡലങ്ങൾ നോക്കൂ. അതിൽ VD സതീശനെയും അൻവർ സാദത്തിനെയും മാറ്റി നിർത്തുകയാണെങ്കിൽ റോജി M. ജോൺ അങ്കമാലി, അതുപോലെ തന്നെ എൽദോസ് കുന്നംപള്ളി, അദ്ദേഹം പെരുമ്പാവൂറാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള MLA-മാർ കോട്ടയത്തുമുണ്ട്. MLA-മാരുടെ കാര്യം നായർ ബെൽറ്റും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വിട്ടുകൊണ്ടൊരു കളി കോൺഗ്രസ്സിന് കളിക്കാൻ പറ്റില്ല. അതിന് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും മുസ്ലിം ലീഗിനെ പിണക്കാനും കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് ഒരു വലിയ ശക്തിയാണ്. മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കുറച്ച് സീറ്റുകൾ നേടിയാലും കോൺഗ്രസ് UDF-ൻ്റെ സഹായമില്ലാതെ കേവല ഭൂരിപക്ഷം കേരളത്തിൽ വരിക അത് അസാധ്യമായൊരു കാര്യമാണ്. കേരളത്തിൽ ഈ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ജയം പല സീറ്റുകളും കാസർഗോഡായിരുന്നാലും അതുപോലെ തന്നെ മലബാറിലുള്ള പല സീറ്റുകളിൽ ലീഗിൻ്റെ വലിയ സഹായമുണ്ട്, ഇല്ലാന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടെ കോൺഗ്രസ്സിന് കൃത്യമായ ഒരു അള്ള് വയ്ക്കാൻ മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് BJP നടത്തുന്ന ഒരു ശ്രമമുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു. അതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്സ്പെരിമെൻ്റൽ പൊളിറ്റിക്സാണ് BJP. അവർ കൃത്യമായിട്ടും അത് ഇംപ്ലിക്കേഷനാണത്. അത് കൃത്യമായിട്ടും അവിടെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു ശ്രമം, ഒരു ട്രയൽ, അത് വിജയിച്ചു. 2,92,000 വോട്ട് 2019 നേടിയ സുരേഷ് ഗോപി 4,22,000 വോട്ട്, അതായത് കൃത്യം 1,30,000 അധികം വോട്ടുകൾ നേടി. നമുക്ക് ഏകദേശ കണക്ക് വെച്ചാൽ ഇതിൽ 1,00,000-ൽ പരം വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് BJP കൊണ്ടുവന്നു. ഇത് കോൺഗ്രസ്സിന് കിട്ടുന്ന തിരിച്ചടിയാണ്. അപ്പോൾ CPIM ക്രിസ്ത്യാനികൾ ആരും വോട്ട് ചെയ്യില്ലേ എന്ന് ചോദിക്കും. CPMൻ്റെ സ്ട്രാറ്റജിയും കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയും എൻ്റയർലി ഡിഫറൻ്റാണ് ഈ കാര്യത്തിൽ. CPIM നിന്നും വോട്ട് നഷ്ടം അല്ലെങ്കിൽ വോട്ട് ചോർച്ച ഉണ്ടാകും, സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ച, ഈഴവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായി. അത് BJPയിലേക്കാണ് പോയത്. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഈഴവയാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ഈഴവയാണ്. അപ്പം ഈഴവ കമ്മ്യൂണിറ്റി ഈ രണ്ട് ദേശീയ നേതാക്കൾ ഇവർ ഈ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മാത്രം എന്നുള്ള രീതിയിലല്ല, അവർക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടി നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ കൃത്യമായിട്ട് BJPക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയം കൃത്യമായും ഉണ്ട്, CPIMനുണ്ട്. പക്ഷേ കോൺഗ്രസ്സിനുണ്ടാകുന്നത് മറ്റൊരു ഭയപ്പാടാണ്. BJP ഇത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ മുനമ്പ വിഷയം അതൊരു കാതലായ വിഷയമായിട്ട് എന്തുകൊണ്ടാണ് BJP വീണ്ടും ഉയർത്താൻ ശ്രമിക്കുന്നതെന്നറിയാം. അവർക്കറിയാം കൃത്യമായി അത് വീണ്ടും ഊന്നിയാൽ ഒരു സ്പ്ലിറ്റ് ഡിവിഷൻ UDFനകത്തുണ്ടാകും. വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി ഫൈറ്റാൻ നോക്കി, പക്ഷേ അതങ്ങോട്ട് ഏശില്ല, വയനാട് ഏശില്ല. അത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ അസംബ്ലിയിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അത് യേശും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആൻഡ് അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പറയുന്ന UDFനാണ്. CPIM അത് ബാലൻസ് ചെയ്യാൻ ചില നുണുക്ക് വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. UDF അത് ബാലൻസ് ചെയ്യാൻ ഇതുവരെയും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു നഷ്ടവും വരില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. UDFന് തന്നെ അറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 111 അസംബ്ലി സെഗ്മെൻറ്റിൽ UDFന് 1ാം സ്ഥാനത്തെത്തി, ലീഡുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കെ സുധാകരനെ പ്രത്യേകിച്ച് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ UDFനെ ബാധിക്കും എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ UDFന് ഒരു പുതിയ ഇക്വേഷൻ നടത്തേണ്ടി വരും. കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ വിശ്വാസത്തിലെടുത്ത് അസംബ്ലി കേന്ദ്രീകരിച്ച് മത്സരിപ്പിക്കാൻ പുതിയ ഒരു നിർണായക നിർദ്ദേശം വേണം. ഒരുപക്ഷെ AICCയുടെ നേരിട്ടുള്ള ചില നിരീക്ഷണം ഈ കേരളത്തിലെ KPCCയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതർവൈസ് UDF ഒരു ഡിസാസ്റ്റർ അവസ്ഥയിലേക്ക്, ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള രീതിയിലേക്ക് അവർ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം തിരിച്ചു വരണമെന്ന് അവരിൽ പല നേതാക്കളും അണികളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വത്തിൻ്റെ ഈ എലക്ഷൻ വിന്നബിലിറ്റിയെ ക്രൈറ്റീരിയ അവർ പാലിക്കുന്നില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയും അദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനതയും ഒന്നും ഉപയോഗിച്ചല്ല എലക്ഷൻ ജയിക്കുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്, എലക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഗുജറാത്തിൽ BJP കണ്ടിന്യൂസ് ആയി ജയിക്കുന്നു. അവർ ഗുജറാത്തിനെ അങ്ങ് വികസിപ്പിച്ചതുകൊണ്ട് ജയിക്കുന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു സ്ട്രാറ്റജിയാണ്. അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരിക്കലും അധികാരം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈ അറ്റ് എനി കോസ്റ്റ് ഹി വിൽ ഓൺലി ട്രൈ ടു റീറ്റെയിൻ ഹിസ് സീറ്റ്, അല്ലേ? അത് തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഒരു ഇക്വേഷനുണ്ട്, സിമ്പിൾ ഇക്വേഷനാണ്. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസും അതുപോലെ MP രാജേഷനും തമ്മിലുള്ള, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ പാഠം കംപ്ലീറ്റ് ആയിട്ട് ഡിസാസ്ട്രസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹരിയാന നമുക്കറിയാം, നമുക്ക് അധികാരം കിട്ടാൻ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ, ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുമ്പോൾ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ പോലും അത് വോട്ട് ആക്കി മാറ്റാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ
വലിയ ലീഡിൽ ജയിക്കുന്നതും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 2 വോട്ടിന് ജയിക്കുന്നതും ഫലത്തിൽ ഓരോ സീറ്റ് ജയിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ UDF LDF വോട്ട് ഷെയർ ചിലപ്പോൾ 2026 കിട്ടുമായിരിക്കും. പക്ഷേ LDF ഒരു സീറ്റ് എങ്ങനെ ജയിപ്പിച്ചെടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയാം. അത് 20 വോട്ടിനായിരുന്നാലും 30 വോട്ടിനായിരുന്നാലും സിമ്പിൾ ഇക്വേഷനാണ്. വിന്നബിലിറ്റിയാണ് അവരുടെ പ്രധാന എയിം. കാരണം അവർക്ക് 70 കൂടുതൽ സീറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, അതാണ് അവരുടെ എയിം. 2011 72 സീറ്റ് കിട്ടിയ ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പുള്ള UDF ഭരണം. അതിനുശേഷം UDF ഒരു നാഥനില്ല കളരി എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ കൃത്യമായിട്ട് ആരാണ് നയിക്കുക, ഒരു ലീഡർ എന്ന് പറഞ്ഞ ആരെയും അംഗീകരിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഘടകകക്ഷികളോ നേതാക്കന്മാരോ തയ്യാറാകുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാറ്.